ഇനി വെസ്റ്റേൺ സംഗീതത്തിൽ പങ്കെടുക്കുന്ന ഒരു മിടുക്കൻ നമ്മുടെ കൂടെ വരെയാണ്. പോരെ, നമ്മൾ ഇനി പാശ്ചാത്യ ലോകത്തേക്ക് പോവുകയാണല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ നേരെ എങ്ങോട്ടാ? മലപ്പുറത്തോട്ട് തന്നെ പോണം. മലപ്പുറത്തോട്ട് തന്നെ പോകണോ? പിന്നെ ഓന് മലപ്പുറത്തോട്ട് തന്നെ പോകണം ആണല്ലേ? അപ്പോ എന്താ ഞങ്ങൾക്ക് വേണ്ടി ആദ്യം പെർഫോം ചെയ്യാം? ഇതിന്റെ ശബ്ദമൊക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, ഷാജിയുടെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഡ്രിഫ്റ്റിംഗ് എന്നൊരു പറഞ്ഞ പീസാണ് വായിക്കണേ. ഡ്രിഫ്റ്റിംഗ് എന്ന പീസിന്റെ പേര് വായിക്കട്ടെ. ഒരു കളി ഇത് പല കലോത്സവവേദികളും കണ്ടിട്ടുണ്ട്. എന്താ ഈ കൊട്ടിന്റെ പരിപാടി? എനിക്ക് അറിയത്തുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വേരിയേഷൻ വരുന്നതാണ്. അങ്ങനെ കൊട്ടി വായിക്കും. ഓരോ ചോദിക്കില്ലേ ചേച്ചി? ഞാനിങ്ങനെയാണ് പഠിച്ചത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? നീ പേര് വെച്ച കുട്ടിയുടെ പേര് ചോദിച്ചായിരുന്നു. പേര് ആദ്യം പറഞ്ഞായിരുന്നു. പറഞ്ഞ മോനെ എയ്ബൽ ബി ഡാനിയൽ. ഓക്കെ, കണ്ണുള്ള പേരാണ്. ഞാൻ CHSS പോത്തുകൽ. 10ലാ പഠിക്കണേ? ഓക്കെ. ഈ സ്കൂളിലെ പരിപാടിയിലൊക്കെ പ്ലേ ചെയ്യോ? സ്കൂളിലെ ഒരുപാട് പെൺകുട്ടികളുടെ അല്ലേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുരുന്നിനോട് 10ാം ക്ലാസ്സിൽ പ്രണയമില്ലേ? കാണും ചേച്ചി. 10ാം ക്ലാസ്സിൽ പ്രേമിക്കാറില്ലേ? വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കാണും ചേച്ചിന്ന്. മാധുവിന്റെ 10ാം ക്ലാസ്സിൽ കാണുമൊന്ന് നോക്കങ്ങടെ. അതെ, പേഴ്സണൽ ക്വസ്റ്റ്യൻ പാടില്ലോ ഇവിടെ. ഈ കുരുക്കളെ പ്രേമക്കുറാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ശരി, അത് പോട്ടെ. അപ്പൊ സ്കൂളിൽ പെർഫോം ചെയ്യാറില്ല? അപ്പൊ സ്കൂളിൽ പോയി പെർഫോം ചെയ്യണം. ഓക്കെ, പരീക്ഷയ്ക്ക് ആവാൻ പോവാണ് അല്ലേ? അതിനിടയ്ക്ക് എന്തായാലും സെന്റ് ഓഫിന് അടിച്ചോളി പാട്ട് പാടണം. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാവുന്ന എന്തെങ്കിലും ഒന്ന് ഇതിൽ പ്ലേ തരുമോ? പറ്റുമോ? പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഓക്കെ, പ്രിപ്പയർ ചെയ്താലേ ചെയ്യുള്ളൂ. വെറുതെ കുട്ടികളെ വള്ളിക്കെട്ട് പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ചോദിക്കാം. ക്ലാസ് വെച്ച് നമ്മുടെ പരിപാടി സംഘനൃത്തത്തിന്റെ സമയമാവുന്നുണ്ട്. സംഘനൃത്തം, ഗ്രൂപ്പ് ഡാൻസ്. അതായത് കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ കാണികളുള്ളത്, അത്ഭുതമുള്ളത് കലോത്സവത്തിന് ഈ സംഘനൃത്തത്തിലാണ്. എന്തൊരു കെമിസ്ട്രി ആണല്ലോ, കുട്ടികൾക്ക് അത്ഭുതപ്പെടും. അത്ര മനോഹരമായ സംഘനൃത്തത്തിന്റെ മത്സരമാണ് ഇവിടെ തുടരാൻ പോകുന്നത്. ഒന്ന് നടക്കുന്നേ ഉള്ളൂ. എന്തായാലും അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. അതിനു മുൻപ് ഇവിടെ ഇപ്പം എന്തായാലും 25 വേദികളിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പഴയിടത്തിന്റെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ നമുക്ക് കിട്ടിയില്ല കേട്ടോ. എത്ര വർഷമായി അദ്ദേഹത്തിന്റെ 10-15 കലോത്സവങ്ങളായി അദ്ദേഹം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തോടു കൂടി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്ന് നമുക്ക് ഈ 5 ദിവസത്തിനുള്ള ഒന്ന് അവിടെ കാണണം. അക്ഷയ, ഉറപ്പായിട്ടും ഒരു ദിവസം പോകും. പഴയിടത്തിന്റെ പായസമൊക്കെ കഴിക്കണം. പായസത്തിലാണ് പഴയിടത്തിന്റെ വൈദഗ്ധ്യമൊക്കെ അദ്ദേഹം കാണിക്കാനാണ് പറയുന്നത്.